തിന്മയിലാണ്ടുപോകുന്ന മനുഷ്യമക്കളെ തൻ്റെ പുത്രന്റെ സ്നേഹത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധ മറിയമിതാ ലോകമെങ്ങും മാതൃസ്നേഹം ചൊരിഞ്ഞ് കർമ്മനിരതയാകുന്നു. ജപമാലയിലൂടെ പരിശുദ്ധ മറിയമിതാ നരകശക്തികൾക്കെതിരെ പടനയിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ നേരിടാൻ ജപമാല എന്ന സ്വർഗീയ ആയുധം ധരിക്കാൻ പരിശുദ്ധ മറിയമിതാ ലോകമെങ്ങും ആഹ്വാനം ചെയ്യുന്നു. പുത്രന്റെ സക്രാരികളിലേക്ക് ജനങ്ങളെ ആനയിക്കാൻ അമ്മയിതാ ഈ യുഗാന്ത കാലഘട്ടത്തിൽ തിരുസഭയിൽ ഇടപെടുന്നു. മലയാള മണ്ണിലെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം അൾത്താരയുടെ മാതൃസ്നേഹത്തെ നുകർന്ന് ജപമാലയെ പ്രഘോഷിക്കുന്ന പരിശുദ്ധ ജപമാല സഹോദര സഖ്യം എന്ന ജപമാല കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടുന്നു. കത്തോലിക്ക സഭയിലെ അതിപുരാതനമായ ഒരു ആത്മീയ സഖ്യം ദണ്ഡവിമോചനങ്ങളാലും മറ്റു പ്രത്യേക ആനുകൂല്യങ്ങളാലും ശ്രേഷ്ഠമായ കൂട്ടായ്മ. 1470 ഡൊമിനിക്കൻ സഭാംഗമായ ജപമാല പ്രചാരകൻ വാഴ്ത്തപ്പെട്ട അലൻ തുടക്കം കുറിച്ച് 1475 സഭ കാനോനികമായി അംഗീകരിച്ച ജപമാല സഖ്യം ഡൊമിനിക്കൻ സഭയുടെ നേതൃത്വത്തിൽ ലോകമെങ്ങും വ്യാപിപ്പിച്ച ജപമാല പ്രഘോഷണ മുന്നേറ്റം. മറിയം വഴി യേശുവിലേക്ക് എന്ന് പ്രഘോഷിച്ച വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് 100,000-ലധികം ആളുകളെ അംഗങ്ങളായി ചേർത്ത മരിയൻ സഖ്യം. ജപമാല സഖ്യ അൾത്താരകളിലെ പ്രത്യേക രജിസ്റ്ററിൽ പേര് ചേർക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ഏക കടമ ആഴ്ചയിലൊരിക്കൽ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കുക എന്നതു മാത്രമാണ്. ഇപ്രകാരം അർപ്പിക്കുന്ന ഓരോ 53 മണി ജപത്തിനും ഒരു പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാൻ ഇവർ അർഹരായിത്തീരുന്നു. അംഗമാകുമ്പോൾ തന്നെ പൂർണ്ണ ദണ്ഡവിമോചനം ലഭ്യമാക്കുന്ന ഈ കാനോനിക അംഗീകാരമുള്ള സഖ്യത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രേക്ഷിത ശുശ്രൂഷകളെക്കുറിച്ചും നാഷണൽ ഡെലിഗേറ്റായ എറണാകുളം സ്വദേശി മാർട്ടിൻ ന്യൂനസ് നമ്മോട് പങ്കുവയ്ക്കുന്നു. വരാപ്പുഴ അതിരൂപതയിൽ നെട്ടൂർ വിമലഹൃദയ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഇടവകാംഗമാണ് ഞാൻ. കുഞ്ഞുനാൾ മുതലേ പള്ളിയോട് ചേർന്ന് സഭാത്മകമായിട്ടുള്ള പല പള്ളിയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളർന്നു വരാൻ ദൈവാനുഗ്രഹത്താൽ ഇടയായി. പിന്നീട് എൻ്റെ 18-ാം വയസ്സിൽ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെ എല്ലാം ഒരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് നീണ്ട ഒരു 10, 15, 16 വർഷത്തോളം അനേകം പ്രേക്ഷിത ശുശ്രൂഷ രംഗങ്ങളിലൂടെയെല്ലാം കടന്നു പോകുവാൻ മതാധ്യാപകനായി ജീസസ് യൂത്തിലെ പ്രവർത്തനങ്ങളിൽ കപ്പിൾസ് ഗ്രൂപ്പ്, പ്രോ ലൈഫ്, അങ്ങനെ വിവിധ അനേകം പ്രവർത്തനങ്ങളിലൂടെയെല്ലാം കടന്നു പോകുവാൻ ദൈവം അനുഗ്രഹിച്ചു. എങ്കിലും രക്ഷപ്പെടണമെന്ന് ദൈവം നിശ്ചയിച്ചവർക്ക് ദൈവം മരിയ ഭക്തി നൽകുന്നുവെന്ന് വിശുദ്ധ ജോൺ ഡമീഷ്യൻ സഭാപിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ നീണ്ട കുറേ നാളുകളായിട്ടുള്ള ഒരു അന്വേഷണത്തിനൊടുവിൽ എന്നതുപോലെ അനേകം വിശുദ്ധരുടെ സഭയിലെ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചു പോയിട്ടുള്ള അനേകം വിശുദ്ധാത്മാക്കളുടെ എല്ലാം ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ, അനേകം വിശുദ്ധാത്മാക്കളെക്കുറിച്ചെല്ലാം പഠിച്ചപ്പോൾ കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി കൂടുതൽ നന്നായി ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ തീക്ഷ്ണമായിട്ട് ഇങ്ങനെ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയോട് ബന്ധപ്പെട്ട് അമ്മയുടെ ഭക്തിയിലൂടെ ജപമാല ഭക്തിയിലൂടെ എല്ലാം കൂടുതൽ വിശദീകരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു വരുന്നത്. അത് 2012-13 കാലഘട്ടങ്ങളിൽ സർവ്വ ജനപദങ്ങളുടെയും നാഥയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് എന്നെ നയിക്കുകയും പിന്നീട് ഫാത്തിമ മാതാവിൻ്റെ ദർശനങ്ങൾ, മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ
അങ്ങനെ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെയും ഫാത്തിമ മാതാവിൻ്റെയും ലൂർദിലെയും എല്ലാം പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ പഠിക്കുകയും എല്ലാ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി ലോകത്തിൻ്റെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ മാതാവ് ആവശ്യപ്പെടുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നു. ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്ന ഉത്കൃഷ്ട മരിയൻ ഗ്രന്ഥം, മാർപ്പാപ്പമാരെയും വിശുദ്ധരെയും എല്ലാം സ്വാധീനിച്ചിട്ടുള്ള ആ ഒരു മരിയൻ ഗ്രന്ഥം വായിക്കുവാനും ആ പുസ്തകത്തിൽ ലൂയി മോൺഫോർട്ട് പരിശുദ്ധ കന്യകയെക്കുറിച്ചും പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയിലൂടെ ക്രിസ്തുവിലേക്ക്, മറിയം വഴി യേശുവിലേക്ക്, ഇൻ മേരി, വിത്ത് മേരി, ഫോർ മേരി, ത്രൂ മേരി എന്ന ഒരു പോളിസി തന്നെ ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയുമ്പോൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, ഈശോയെ കൂടുതൽ ഈശോയെ ആരാധിക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയെ ശുശ്രൂഷിക്കുവാൻ, അതിൻ്റെ ഒരു പരിപൂർണതയിൽ അത് ചെയ്യാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സാധിക്കുകയുള്ളൂ എന്നും, അതിൽ തന്നെ അമ്മയോടുള്ള ഭക്തിയിൽ ജപമാല ഭക്തിയാണ് അതിൻ്റെ ഏറ്റവും നിർണായക സ്ഥാനത്തെന്നും, വിമലഹൃദയത്തിനുള്ള ഒരു പ്രതിഷ്ഠ, മരിയൻ സമർപ്പണം പോലെയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ മരിയ ഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് 2016 കൂടി വല്ലാർപാടം ജപമാല സഹോദര സഖ്യ അൾത്താരയായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ വരാപ്പുഴ അതിരൂപതയിലെയും കേരളത്തിൽ തന്നെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ഇവിടെ ഈ ജപമാല സഹോദര സഖ്യ അൾത്താരയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ നിയോഗിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വല്ലാർപാടം അൾത്താര കേന്ദ്രീകരിച്ച് പ്രാർത്ഥനയിൽ വളർന്ന ജപമാല സഖ്യത്തിന്റെ കേരള റീജിയൻ പ്രവർത്തനങ്ങൾ ഇന്ന് ഭാരതത്തിലുടനീളം പ്രവർത്തിക്കുന്നു. മിഷൻ ദേശങ്ങളിൽ ജപമാല ചൊല്ലുവാൻ ജനങ്ങളെ പരിശീലിപ്പിക്കുന്നു. ജപമാലയുടെ സ്വർഗീയ മഹത്വവും പരിശുദ്ധ മറിയത്തിന്റെ ശ്രേഷ്ഠതയും ഇവർ പ്രഘോഷിക്കുന്നു. വല്ലാർപാടത്തെ ജപമാല സഹോദര സഖ്യ അൾത്താരയുടെ പദവിയെക്കുറിച്ച് റെക്ടർ അച്ഛൻ്റെ വാക്കുകൾ. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ജപമാല സഖ്യത്തിൻ്റെ അൾത്താരയ്ക്ക് മുന്നിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത്. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ദേവാലയം 1888 ലിയോ 13 മാർപ്പാപ്പയാൽ പ്രത്യേക പദവിയുള്ള ഒരു അൾത്താരയായി ഉയർത്തപ്പെട്ടതാണ്. അതിൻ്റെ നിത്യമായ കാരണം പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു. 2016 അതിന് മകുടം ചാർത്തുമാർ ജപമാല സഖ്യം സ്ഥാപിക്കപ്പെടുകയും അത് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിൽ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മയുടെ സഖ്യത്തിൽ ജപമാല വഴി പ്രത്യേകമായ കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ഉടമയാകും എന്നുള്ളതിൻ്റെ നിദാനമായി തീർന്നു. പരിശുദ്ധ വിമോചകനാഥയുടെ ഈ തിരുനട വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തിരുനടയാണ്. 13-ാം നൂറ്റാണ്ടിലാണല്ലോ സഭയിലെ പ്രധാനപ്പെട്ട സന്യാസ സമൂഹങ്ങളായ ഫ്രാൻസിസ്കൻസും ഡൊമിനിക്കൻസും മേഴ്സഡാരിയൻസും ഉദയം ചെയ്യുക. മൂന്നും പരിശുദ്ധ അമ്മയാൽ മിഷൻ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ മിഷൻ ദൗത്യം അവർ 3 പേരും ശക്തിപ്പെടുത്തിയത് ജപമാലയിൽ തന്നെയാണ്. പരിശുദ്ധ അമ്മ വിശുദ്ധ ഫ്രാൻസിസിനും വിശുദ്ധ ഡൊമിനിക്കിനും വിശുദ്ധ നിക്കോളാസിനുമൊക്കെ ഈ മിഷൻ ദൗത്യം ഏൽപ്പിക്കുന്ന പടങ്ങൾ നമ്മുടെ മേരി മേജർ ദേവാലയത്തിൽ റോമിലുണ്ട്. ഈ ഫ്രാൻസിസ്കൻസും ഡൊമിനിക്കൻസും മിഷൻ ദൗത്യവുമായി യൂറോപ്പിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. അവർ കരുതി വെച്ച ഒരു അമ്മയുടെ ചിത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അവർ നമ്മുടെ നാട്ടിലെത്തിച്ചേർന്നപ്പോൾ ശത്രുക്കളുടെ ഏക് ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് പരിശുദ്ധ അമ്മ സഹായിക്കുമെന്ന് അവർ തികഞ്ഞും വിശ്വസിച്ചു. ആയതിനാൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് ബന്ധന വിമോചകനാഥയുടെ തിരുച്ചിത്രം എന്ന് അവർ പേര് നൽകി. ഈ ബന്ധന വിമോചകനാഥ തിരുച്ചിത്രം സ്ഥാപിക്കപ്പെട്ടതിൽ പിന്നെ ഈ ദേവാലയം അത്ഭുതങ്ങളുടെ കേളിരംഗമായി തീർന്നു. 1752
3 ദിവസം വെള്ളത്തിനടിയിൽ കിടന്ന ഒരു സ്ത്രീയെ പരിശുദ്ധ അമ്മ തൻ്റെ അങ്കിക്കീഴിൽ പൊതിഞ്ഞ് രക്ഷിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷമാണ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ അരൂരിൽ നിന്ന് കടലിലുണ്ടായ വലിയ ആക്രമണത്തിൽ പരിശുദ്ധ അമ്മയുടെ നാമം പിടിച്ച് രക്ഷപ്പെട്ട ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല കീഴിൽ എല്ലാവരും സുരക്ഷിതരാണ്. ഏതു രീതിയിലുള്ള ബന്ധനങ്ങളാകാം, തടസ്സങ്ങളാകാം, ക്ലേശങ്ങളാകാം, രോഗങ്ങളാകാം, ഈ ജപമാല കൈപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ, സവിശേഷമായി വിമോചകനാഥയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആരും നിരാശരാകേണ്ടി വരികയില്ല. ജപമാല സഖ്യം 2016 ഇവിടെ സ്ഥാപിതമായത് എന്ന് ഞാൻ പറഞ്ഞു. ഈ ജപമാല സഖ്യം സ്ഥാപിതമായതിൽ പിന്നെ പ്രത്യേകമായ ഒരു ജപമാലയുടെ ഗേഹമായിട്ട് ഇത് മാറാറുണ്ട്. എല്ലാ 13-ാം തീയതിയും ഇവിടെ ജപമാല സഖ്യങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് ജപമാല സഖ്യത്തിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പരിശുദ്ധ അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജപമാല സഖ്യാംഗങ്ങൾ അക്ഷീണം പരിശ്രമിക്കുന്നു. കൂടാതെ എല്ലാ 2-ാം ശനിയാഴ്ചകളിലും അമ്മയോടുള്ള ഭക്ത്യാദര നിമിത്തം അഖണ്ഡ ജപമാല സംഘടിപ്പിക്കപ്പെട്ടു പോരുന്നു. ഇങ്ങനെ ജപമാല ഭക്തിയിൽ അംഗങ്ങളാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ട ക്രമീകരണമായി എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ജപമാല സഖ്യങ്ങൾ ഇവിടെ അവർ പേർ രജിസ്റ്റർ ചെയ്യുന്നതിന് സന്നദ്ധരായിട്ടുണ്ട്. ഏവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭാചരിത്രം പഠിപ്പിക്കുന്നത് പോലെ അമ്മയുടെ അങ്കിക്കീഴിലാണ്, അമ്മയുടെ ജപമാലയിലാണ് വിശുദ്ധ ഡൊമിനിക്കിന് മാത്രമല്ല ഇന്നും ഈ ലോകത്തിന് ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ള സമൂഹത്തിലേക്ക് പകർന്നു നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെയും ജപമാലയുടെയും മഹത്വം പ്രഘോഷിക്കുക എന്നത് ഒരു പ്രേക്ഷിത ശുശ്രൂഷയായി ഈ സഖ്യാംഗങ്ങൾ നിർവഹിക്കുന്നു. മിഷൻ ദേശങ്ങളിലേക്ക് നൽകുവാൻ ജപമാലയും ഉത്തരീയവും മിറാക്കുലസ് മെഡലും അടങ്ങുന്ന പാക്കറ്റുകൾ ഇവർ തയ്യാറാക്കുന്നു. ജപമാല ചൊല്ലുവാനുള്ള പരിശീലനം നൽകുന്ന ഹോം മിഷനുകൾ ഇവർ വിവിധ പ്രദേശങ്ങളിൽ നിർവഹിക്കുന്നു. ഇവരോടൊപ്പം പങ്കുചേരുന്ന മെഴ്സിഡാരിയൻ സഭാംഗമായ ഫാദർ സുഭാഷ് ഈ ശുശ്രൂഷയുടെ മഹത്വം പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ഇവിടെ വല്ലാർപാടം ബസിലിക്കയിൽ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് പരിശുദ്ധ അമ്മയുടെ ആത്മീയ ശുശ്രൂഷ സേവനത്തിനായി ഇവിടെ ആയിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ റോസറി കോൺഫ്രട്ടർണിറ്റിയുമായിട്ട് കണ്ടുമുട്ടാനായിട്ട് ഇടയായി. അതുവഴി വികാരി അച്ഛൻ, ഇവിടുത്തെ റെക്ടർ അച്ഛൻ ആൻ്റണി അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ അവരോട് സഹകരിക്കാനായിട്ട് എന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ മാസം അവരോടൊപ്പം ഒരു മിഷൻ എക്സ്പീരിയൻസിനായി വേളാങ്കണ്ണിയിലും പിന്നെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്കും ചെല്ലുവാനായിട്ട് വലിയ ഒരു അവസരം കിട്ടി. അവിടെ ചെന്നപ്പോൾ ഭക്തിയിൽ നിന്നും പള്ളിയിൽ നിന്നും അകന്ന് നിൽക്കുന്നവരെ വീണ്ടും ഒന്ന് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് വീണ്ടും ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് വലിയൊരു അവസരം ലഭിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടു, അവരോട് സംസാരിച്ചു. അവർക്ക് കൊന്ത, പിന്നെ സ്കാപ്പുലർ, മിറാക്കുലസ് മെഡൽ എന്നുള്ളതൊക്കെ വിതരണം ചെയ്യാനായിട്ട് ഇടയായി. അവരുടെ മനസ്സിൽ വീണ്ടും വലിയൊരു സന്തോഷം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും കാണുവാനായിട്ട് സാധിച്ചു. അതിനായി അമ്മ വീണ്ടും ഈ ഒരു അനുഭവത്തിലേക്ക്, ഈശോയിലേക്ക് മറ്റുള്ളവരെയും എല്ലാവരെയും അനുഗ്രഹിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.
പ്രിയപ്പെട്ടവരെ, 2016-17 കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല സഹോദര സഖ്യ അൾത്താരയായി വല്ലാർപാടം ദേശീയ തീർത്ഥാടനത്തിൻ്റെ അൾത്താര പ്രഖ്യാപിക്കപ്പെടുന്ന ആ കാലഘട്ടത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയും ഇവിടെ കൂടുതൽ സജീവമാകുന്നത്. തുടർന്ന് ഇവിടെയുള്ള പ്രവർത്തനങ്ങളുടെ ആ ഒരു സജീവത കൂടുതൽ ആഴപ്പെടുത്തുന്ന രീതിയിൽ കേരള റീജിയൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ കേരളത്തിലെ ഏകദേശം 28 ദേവാലയങ്ങൾക്ക് ഇപ്പോൾ ഈ പരിശുദ്ധ ജപമാല സഹോദര സഖ്യ അൾത്താരയായിട്ട് അംഗീകാരം ലഭിച്ചത്. ആദ്യത്തെ രണ്ടാമതായി കോട്ടപ്പുറം അതിരൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയത്തിന് ഒന്നാമതായും, പിന്നീട് രണ്ടാമതായി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജപമാല സഖ്യ അൾത്താരയായി പള്ളിപ്പുറം മഞ്ഞുമാത, രണ്ടാമതായി ഈ വല്ലാർപാടം ബസിലിക്കയുടെ അൾത്താരയ്ക്കാണ് സ്ഥാനം കിട്ടുന്നതെങ്കിൽ കഴിഞ്ഞ 5 വർഷം 6 വർഷത്തെ കാലയളവിനുള്ളിലാണ് പ്രത്യേകിച്ച് വത്തിക്കാനിൽ നിന്ന് പരിശുദ്ധ ജപമാല സഹോദര സഖ്യ അൾത്താരയായി മറ്റെല്ലാ ഏകദേശം കേരളത്തിലെ 9 രൂപതകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 28 അൾത്താരകളിൽ നമുക്ക് ഈ ജപമാല സഖ്യ അൾത്താരയുടെ പദവി ലഭിക്കുന്നത്. അതിൽ പ്രത്യേകമായും വല്ലാർപാടം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഈ കേരളം മുഴുവൻ ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും ഇപ്പോൾ ഇന്ന് ഈ അടുത്ത നാളുകളിൽ ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിലെ മിഷൻ പ്രദേശങ്ങളിൽ ഇനിയും മരിയഭക്തി ആഴപ്പെടാത്ത, ഇനിയും സഭയുടെ പ്രവർത്തനങ്ങളും സഭയുടെ ഒരു സജീവമായ സഭയുടെ സാന്നിധ്യം എത്തിച്ചേരാത്ത ഇടങ്ങളിൽ പുതുതായി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ അടുക്കൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വല്ലാർപാടത്ത് തന്നെ നിന്നുകൊണ്ട് ഇവിടെ ഉള്ള കൂട്ടായ്മയുടെ പ്രത്യേകമായ ഒരു സഹകരണത്തോടുകൂടെ എല്ലാവരും അവരുടെ ദശാംശങ്ങളെ പങ്കിട്ടുകൊണ്ടും അല്ലാതെ എല്ലാവരും അനേകം പേരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പിന്തുണയോടുകൂടി നമ്മൾ ജപമാല, ഉത്തരീയം, മിറാക്കുലസ്, അത്ഭുത അമലോത്ഭവ കാശരൂപം തുടങ്ങിയ മരിയൻ ഭക്തവസ്തുക്കളെ മിഷൻ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകം ശുശ്രൂഷയും കഴിഞ്ഞ ഏതാനും നാളുകളായി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഒരു വെഞ്ചിരിച്ച ജപമാല ഉപയോഗിച്ച് സമ്പൂർണ്ണ ജപമാല, അതായത് 4 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം എന്ന വാഗ്ദാനമാണ് ഈ സഖ്യത്തിൽ ചേരുന്നതിനുള്ള സമർപ്പണം. 7 വയസ്സ് പൂർത്തിയായ കത്തോലിക്ക വിശ്വാസിക്ക് പരിശുദ്ധ ജപമാല സഖ്യത്തിൻ്റെ അൾത്താരയിൽ പേരു ചേർത്ത് അംഗമാകാം. അംഗത്വം സ്വീകരിക്കുമ്പോൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു എന്നതും ക്രിസ്തുമസ്, ഈസ്റ്റർ കൂടാതെ മാതാവിൻ്റെ പ്രധാന 5 തിരുനാളുകളിൽ ഓരോ പൂർണ്ണ ദണ്ഡവിമോചനവും പ്രസാദപര അവസ്ഥയിൽ അംഗങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നതും ഈ സഖ്യത്തെ കൂടുതൽ വിശിഷ്ടമാക്കുന്നു. ജപമാല സൗരസത്തിലേക്ക് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി മക്കളെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് മാതാവിനോട് ചേർന്ന് കൂട്ടിച്ചേർക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാതാവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈശോനോട് കൂടുതൽ അടുക്കാനായിട്ടുള്ള ആ വലിയ ഒരു കൃപ കിട്ടുന്നത്. നമ്മൾ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലെത്തുവാൻ വേണ്ടി ശരിക്കും നമ്മൾ മാതാവിനോടുകൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എത്താൻ എളുപ്പ വഴിയാണ്. ശരിക്കും ഈശോനോട് കൂടെ നമുക്ക് പെട്ടെന്ന് എത്താം, പക്ഷേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈശോയുടെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുക. ഇത് സ്വർഗത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രവർത്തനമാണ്. ഒത്തിരി മക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ചേർന്ന് നിന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടുതൽ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ ഞങ്ങൾ കൊന്ത കെട്ടാൻ പഠിപ്പിക്കുന്നുണ്ട്, കൊന്ത കെട്ടാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ജപമാല സൗകര്യത്തിൽ പ്രതിഷ്ഠയുടെ ബുക്കുകൾ നമ്മൾ ഒത്തിരി മക്കളെ 33 ദിവസം പ്രതിഷ്ഠ ചെയ്ത് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി പേരെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അങ്ങനെ അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ജപമാല സഹോദര സഖ്യത്തിൽ 2017 മുതൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ഈ ഒരു ബസിലിക്കയിൽ ഞങ്ങൾ എല്ലാ മാസവും 13-ാം തീയതി ഞങ്ങൾ ഈ സഖ്യം കൂടുകയും ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ക്രമീകരിക്കുകയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും
പരിശുദ്ധമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയെ സംബന്ധിച്ചുള്ള ബുക്കുകൾ, അതുപോലെ അമ്മ പറഞ്ഞിട്ടുള്ള പ്രതിഷ്ഠയുടെ മറ്റു കാര്യങ്ങൾ, അമ്മ ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പരിശുദ്ധമ്മ ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. മിറാക്ലസ് മെഡലിൻ്റെ പ്രസക്തി അമ്മ ഫ്രാൻസിൽ വിശുദ്ധ കാതറിൻ ലബോറിന് അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ നൽകിയ മിറാക്ലസ് മെഡൽ, ആ മെഡലിൻ്റെ പ്രസക്തി, ആ മെഡൽ അണിയുമ്പോഴുള്ള സംരക്ഷണം, അതുമൂലം അമ്മ പറഞ്ഞിട്ടുള്ള മറ്റു ഓഫറുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാനും ആ മെഡൽ പരമാവധി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങളുടെ ശുശ്രൂഷകർ പോവുകയും ഞങ്ങൾ ഏറ്റവും എല്ലാവർക്കും അത് കൊടുത്തുവിടുവാനും അത് പാക്ക് ചെയ്യുവാനും എല്ലാം ഞങ്ങൾക്ക് സഹകരിക്കുവാനെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ ആ മെഡൽ കൊണ്ട് അണിയുന്നത് കൊണ്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ അംഗങ്ങളും ആ മെഡൽ അണിയുന്നത് കൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംരക്ഷണം, അമ്മയുടെ അനുഗ്രഹം, അത് അനുദിനം ഓരോ നിമിഷവും പ്രാർത്ഥിക്കാനുള്ള കൂടുതൽ മെച്ചപ്പെട്ട് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് ആഴപ്പെടുവാനുള്ള കൂടുതൽ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ ഉത്തരീയത്തിൻ്റെ പ്രസക്തി, പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് അമ്മ നൽകിയ ഉത്തരീയം, ആ ഉത്തരീയം അണിയുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാനും ഞങ്ങളുടെ കൂട്ടായ്മയെ തന്നെ അനേകം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാനും ആ ഉത്തരീയത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു സംരക്ഷണവും അതിൻ്റേതായിട്ടുള്ള മഹത്വവും അനുഭവിച്ചറിയുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ജപമാല സഖ്യത്തിലൂടെയാണ് വിമലഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാനും അത് സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താനും, ഇതറിയുന്ന ഓരോ മക്കളും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി വിമലഹൃദയ പ്രതിഷ്ഠ നടത്തി ദൈവാനുഭവത്തിലേക്ക് വരാനും അവർക്ക് സാധിച്ചു. ഈ ജപമാല സഖ്യം വഴി അനേക ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മഹത്വവും ജപമാലയും പ്രഘോഷിക്കുന്ന ഒരു പ്രേക്ഷിത ശുശ്രൂഷ. പാപം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ സാത്താനെതിരെ ആഞ്ഞടിക്കുവാൻ സ്വർഗം നൽകിയ വിശിഷ്ടമായ ആയുധം. നാം ഒത്തുചേർന്ന് പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ മുഴുവൻ ജപമാലയിലൂടെ രക്ഷിച്ചെടുക്കാം എന്ന വിശുദ്ധ പാദ്രെ പിയോയുടെ വാക്കുകൾ പോലെ സഹനസഭയിലും സമരസഭയിലും വിജയസഭയിലും ഒരുപോലെ വിളങ്ങുന്ന ജപമാലയുടെ മഹത്വം. ഇൻ്റർനാഷണൽ ഭൂതോച്ചാരണ സംഘടനയുടെ ലീഡറായ ഫാദർ ഗബ്രിയേൽ അമൂർത്ത് പിശാചിനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് പിശാചുക്കളുമായി നടത്തിയ സംഭാഷണങ്ങളിൽ ചില കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അതിൽ നിന്ന് പ്രസക്തമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ജപമാലയെക്കുറിച്ചാണ്. പിശാചുകൾ തന്നെ പറഞ്ഞതാണ്, ജപമാലയിൽ ഓരോ നന്മ നിറഞ്ഞവരും ചൊല്ലുമ്പോഴും എൻ്റെ ശിരസിൽ ഏൽക്കുന്ന വലിയൊരു അടി ആണത്. അതുകൊണ്ട് അതെനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ക്രിസ്ത്യാനികൾ ജപമാലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ സാമ്രാജ്യം തീർത്തും നശിച്ചു പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഈ ജപമാലയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. മറ്റെല്ലാ കാലഘട്ടങ്ങളിലും അധികമായി ഈ ജപമാലയുടെ പ്രാധാന്യം ഇന്ന് കൂടുതൽ തെളിഞ്ഞു വരികയാണ്. കൂടുതൽ അതിൻ്റെ ആവശ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഒരു മരിയ ഭക്തൻ പറഞ്ഞതുപോലെ 153 മണി ജപം, പണ്ട് ജപമാല 153 മണി ജപമായിരുന്നു. ഈ 153 മണി ജപം ചൊല്ലുമ്പോൾ ഓരോ നന്മ നിറഞ്ഞ മറിയവും സാത്താൻ്റെ കോട്ടയിൽ ചെന്ന് പതിക്കുന്ന അതിശക്തമായ പീരങ്കിക്ക് തുല്യമാണ്. ആ സാത്താൻ്റെ കോട്ട ഈ ജപമാലയുടെ ആവർത്തനത്താൽ തകർന്ന് തരിപ്പണമായി വീഴുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് പ്രത്യേകമായും നഷ്ടപ്പെട്ടു പോയ ഈ പ്രാധാന്യം, ജപമാലയെക്കുറിച്ചുണ്ടായിരുന്ന ആ വലിയ മതിപ്പ് വീണ്ടെടുക്കുവാനുള്ള വലിയ പരിശ്രമത്തിലാണ്. ഇത് ഇന്നത്തെ സഭയുടെ ഒരു ആവശ്യമാണ്, ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. സാത്താൻ്റെ ശക്തിയെ തകർക്കുവാനും, പ്രത്യേകിച്ച് സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് കണ്ട സാത്താൻ അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകത മനസ്സിലാക്കി കൂടുതൽ ശക്തിയോടുകൂടെ, കൂടുതൽ ആവേശത്തോടുകൂടെ ഈ ജപമാലയാവുന്ന ആയുധം കയ്യിലെടുക്കണം. നമുക്ക് മാതാവ് നൽകിയിരിക്കുന്ന അതിശക്തമായ അജയ്യമായ ആയുധമാണ് ജപമാല. ഈ ജപമാല കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ മാതാവിനെ അണിചേർന്ന് മാതാവിൻ്റെ ശത്രുക്കൾക്കെതിരെ, സഭയുടെ ശത്രുക്കൾക്കെതിരെ അടരാടുവാൻ തയ്യാറായാൽ തീർച്ചയായും നമ്മൾ വിജയം വരിക്കും.
മാതാവ് പറഞ്ഞതുപോലെ ആത്യന്തികമായ വിജയം മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. വല്ലാർപാടമെന്ന ഈ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ വിളങ്ങുന്ന അമ്മയുടെ മാതൃസ്നേഹം പോലെ അമ്മയിതാ ജപമാലയിലൂടെ മനുഷ്യമക്കളെ പുത്രനിലേക്ക് ചേർക്കുന്നു. സ്വർഗീയ കൃപകൾ ജപമാലയിലൂടെ നമുക്ക് വർഷിക്കുന്നു. ജപമാല സഖ്യത്തിലൂടെ ലഭ്യമാകുന്ന പുണ്യങ്ങളും കൃപകളും സ്വീകരിക്കാൻ അമ്മയുടെ ഈ മരിയൻ സന്നിധികൾ നമ്മെ ക്ഷണിക്കുന്നു.